മഴക്കാലമായതോടെ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും വരവായി. ഇങ്ങേയറ്റം ജലദോഷപ്പനി തൊട്ട് അങ്ങേറ്റം കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഡെങ്കു ഫീവർ, എലിപ്പനി വരെ ഈ ഒരു സമയത്ത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ പ്രായമായവര്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവ് ഉള്ള രോഗങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ അർബുദം പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്കും വരുന്ന രോഗലക്ഷണങ്ങൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. പിന്നെ ഈ സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങളോടൊപ്പം, അത് പനി, ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങളോടൊപ്പം പനി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നു, 3 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്നു. അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ ഒരു 102, 103 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒട്ടും കുറയാതെ നിൽക്കുന്നു. രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് പനിക്കുന്നു, അല്ലെങ്കിൽ പനി കൂടുന്നു, കുറയുന്നു, അല്ലെങ്കിൽ ഇടവിട്ട് വരുന്നു, അങ്ങനെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളൊരു ആശുപത്രിയിൽ ചെന്ന് നമ്മുടെ രോഗം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. പനിയുടെ ലക്ഷണങ്ങളോടൊപ്പം ചുമ ഉണ്ടാവുക, ചുമ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ 2 ആഴ്ചക്കപ്പുറം നീണ്ടു നിൽക്കുക, ചുമച്ച് തുപ്പുന്ന കഫത്തിനോടൊപ്പം ബ്ലഡ് മിക്സ് ചെയ്തു പോവുക, അല്ലെങ്കിൽ കഫത്തിന് പകരം ബ്ലഡ് തുപ്പുക, വെയിറ്റ് കണ്ടമാനം കുറഞ്ഞു പോവുക, അതല്ലെന്നുണ്ടെങ്കിൽ പനി വിട്ടുമാറാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനിച്ചുകൊണ്ടിരിക്കുന്നു, രാത്രി കാലങ്ങളിൽ പനി കൂടുന്നതായിട്ട് കാണുന്നു, പനിയുടെ ആ ഒരു ടെമ്പറേച്ചറിന്റെ ലെവല് ഒരു 103 അല്ലെങ്കിൽ 102 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കും കൂടുതലായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒട്ടും കുറയാതെ നിൽക്കുന്ന അവസ്ഥകളിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ നമ്മളുടെ ശരീരത്തില് വേദന വരുന്നു, പ്രത്യേകിച്ച് സന്ധികളില്, അല്ലെങ്കിൽ എല്ലുകൾ പൊടിയുന്നത് പോലത്തെ ഒരു വേദന അനുഭവപ്പെടുന്നു, അതുപോലെ മസിലുകൾക്ക് വേദന വരുന്നു, തീരെ എഴുന്നേക്കാനോ നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒക്കെ ചെയ്യുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദന പ്രത്യക്ഷപ്പെടുന്നു, സ്കിന്നിൽ അവിടെ ഇവിടെയായിട്ട് റോസ് കളറിലുള്ള സ്പോട്ടുകൾ കാണുന്നു, അല്ലെങ്കിൽ വെള്ളക്കെട്ടോട് കൂടിയ കുമിളകൾ കാണുന്നു, നവദ്വാരങ്ങളിൽ കൂടി രക്തസ്രാവം, ഏതെങ്കിലും നവദ്വാരത്തിൽ കൂടി രക്തസ്രാവം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ രോമകൂപങ്ങളിൽ നിന്നും രക്തം വരുന്ന അവസ്ഥ, ഇതെല്ലാം പല രോഗങ്ങളുടെയും ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ലക്ഷണങ്ങളായിരിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ എന്തായാലും ഈ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വേറൊരു രോഗങ്ങളും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ഈ ഒരു സമയത്ത് അനിവാര്യമാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലുള്ള പൊടിക്കൈകൾ, അല്ലെങ്കിൽ സാധാരണ നാട്ടുവൈദ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ നമ്മളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ധാരാളം വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം ധാരാളമായി കുടിക്കുക, വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതിൽ തന്നെ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ കൂടി നടക്കുമ്പോഴെല്ലാം ശരീരം മൊത്തം മറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിലും കൊതുകുവല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഉറങ്ങുന്ന സമയത്ത് കൊതുകുവല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മലിനജലത്തിൽ ചവിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചെരുപ്പുകൾ, കാലിന് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കാലിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചവിട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്തരം മുറിവുകളിൽ കൂടി എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മുറിവുകൾ ഉള്ളവർ, അല്ലെങ്കിൽ പ്രമേഹ രോഗം ഉള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെളിവെള്ളത്തിൽ ചവിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ജലദോഷത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കഴിവതും കയ്യും മുഖവും ശരീരവും നമ്മളുടെ കാലുമെല്ലാം ശുചിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് കയ്യും കാലും ഒക്കെ മുഖമൊക്കെ സോപ്പിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. സാനിറ്റൈസർ ഉപയോഗിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊക്കെ നമുക്ക് ഈ ഒരു മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാം. അപ്പം ഈ ഒരു മഴക്കാല രോഗത്ത് ഉണ്ടാകുന്ന രോഗങ്ങളുടെ രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളിൽ നിന്ന് മുക്തി തേടാനും നമ്മളുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്.